സ്വകാര്യ ഇടത്ത് ജാതി അധിക്ഷേപം ചെയ്താൽ കേസില്ലേ? സുപ്രീം കോടതി വിധിയുടെ യാഥാർത്ഥ്യം. ഒരു മനുഷ്യനെ ജാതിയുടെ പേരിൽ അപമാനിച്ചാൽ അത് 4 ചുവരുകൾക്കുള്ളിലായാലും അപമാനം തന്നെയല്ലേ? ഇപ്പോഴിതാ സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. സ്വകാര്യ ഇടത്ത് പൊതുജനങ്ങൾക്ക് കാണാനോ കേൾക്കാനോ കഴിയാത്ത സാഹചര്യത്തിൽ ജാതിയുടെ പേരിൽ അധിക്ഷേപിച്ചാൽ SC/ST അതിക്രമം തടയൽ നിയമത്തിലെ ചില വകുപ്പുകൾ പ്രകാരം കുറ്റം നിലനിൽക്കില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ വാർത്ത കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. സ്വകാര്യമായി ജാതി അധിക്ഷേപിക്കുന്നത് നിയമപരമായി അനുവദനീയമാണ് എന്നല്ല സുപ്രീം കോടതി പറഞ്ഞത്. പകരം SC/ST ആക്ടിലെ പ്രത്യേക വകുപ്പുകൾ പ്രയോഗിക്കണമെങ്കിൽ അതിൽ പറയുന്ന പബ്ലിക് വ്യൂ എന്ന നിയമപരമായ നിബന്ധന പാലിക്കപ്പെടണം എന്നാണ് കോടതി പറഞ്ഞത്. സംഭവം നടന്നത് ഉത്തർപ്രദേശിലെ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട കേസിലാണ്. ഒരു സ്കൂൾ മാനേജർക്കെതിരെ പരാതിക്കാരൻ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതായി ആരോപിച്ചിരുന്നു. എന്നാൽ ജാതി അധിക്ഷേപം നടന്നതായി പറയുന്ന സ്ഥലം പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു അടച്ച മുറിയായിരുന്നു. ഇവിടെയാണ് സുപ്രീം കോടതി നിയമത്തിലെ സെക്ഷൻ 31R, 31S എന്നിവ പരിശോധിച്ചത്. പ്രത്യേകിച്ച് സെക്ഷൻ 31S പ്രകാരം ഒരു SC/ST വ്യക്തിയെ കാസ്റ്റ് നെയിം ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്നത് എനി പ്ലേസ് വിത്തിൻ പബ്ലിക് വ്യൂ ആയിരിക്കണം കുറ്റമായി പരിഗണിക്കാൻ. അത് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു സംഭവം ഒരു സ്വകാര്യ മുറിക്കുള്ളിൽ നടക്കുന്നു. അവിടെ പുറത്തുള്ള ജനങ്ങൾക്ക് സംഭവം കാണാനോ കേൾക്കാനോ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നിയമത്തിൽ ആവശ്യപ്പെടുന്ന പബ്ലിക് വ്യൂ എന്ന ഘടകം ഇല്ലെന്നാണ് കോടതിയുടെ നിലപാട്. കോടതിയുടെ നിരീക്ഷണം വളരെ വ്യക്തമാണ്. 4 ചുവരുകൾക്കുള്ളിൽ പൊതുജനങ്ങൾക്ക് സാക്ഷിയാകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ആരോപിക്കപ്പെട്ട കുറ്റം നടന്നതെങ്കിൽ അത് പബ്ലിക് വ്യൂവിൽ നടന്നതായി പറയാൻ കഴിയില്ല. ഇനി കേസിലെ മറ്റൊരു പ്രധാന വശം, പരാതിയിൽ ജാതി അധിക്ഷേപം നടത്തിയതായി ആരോപണമുണ്ടായിരുന്നെങ്കിലും ആ വാക്കുകൾ കേട്ടതായി സ്വതന്ത്ര സാക്ഷികൾ വ്യക്തമായി സ്ഥിരീകരിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. FIRലും ആരോപിക്കപ്പെട്ട ജാതി അധിക്ഷേപം പ്രത്യേകമായി ആരാണ് നടത്തിയതെന്ന് വ്യക്തതയില്ലെന്നതും കോടതി പരിഗണിച്ചു. അതുകൊണ്ടാണ് സുപ്രീം കോടതി SC/ST ആക്ട് പ്രകാരമുള്ള നടപടികൾ റദ്ദാക്കിയത്. പക്ഷെ ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ വിധി ജാതി അധിക്ഷേപത്തിന് ലൈസൻസ് നൽകുന്നില്ല. മറിച്ച് ഒരു പ്രത്യേക നിയമത്തിലെ ഒരു പ്രത്യേക കുറ്റം തെളിയിക്കാൻ ആവശ്യമായ നിയമഘടകങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് കോടതി പരിശോധിച്ചത്. അതായത് SC/ST ആക്ട് ബാധകമാകണമെങ്കിൽ നിയമം ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങൾ തെളിയിക്കണം. അതിൽ പബ്ലിക് വ്യൂ എന്ന ഘടകം പ്രധാനമാണ്. ഇതാദ്യമായല്ല സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മുമ്പത്തെ വിധികളിലും പബ്ലിക് വ്യൂ എന്നതിന്റെ അർത്ഥം പൊതുജനങ്ങൾക്ക് സംഭവം കാണാനോ കേൾക്കാനോ കഴിയുന്ന സാഹചര്യമാണെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. പൊതുസ്ഥലത്ത് നടന്നാൽ മാത്രം ജാതി അധിക്ഷേപം തെറ്റാണ് എന്നല്ല ഇതിന്റെ അർത്ഥം. ഒരു വ്യക്തിയെ സ്വകാര്യമായ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുന്നത് സാമൂഹികമായി തെറ്റായ പ്രവൃത്തിയാണ്. എന്നാൽ ആ പ്രവൃത്തിക്ക് SC/ST ആക്ടിലെ പ്രത്യേക വകുപ്പുകൾ ബാധകമാകുമോ എന്നത് നിയമത്തിലെ നിർദ്ദിഷ്ട ഘടകങ്ങൾ അനുസരിച്ചാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ വാർത്തയെ സുപ്രീം കോടതി പറഞ്ഞു വീട്ടിനുള്ളിൽ ജാതി വിളിച്ച് അധിക്ഷേപിച്ചാൽ കുറ്റമല്ല എന്ന രീതിയിൽ മാത്രം അവതരിപ്പിക്കുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ശരിയായ തലക്കെട്ടിതായിരിക്കും. പബ്ലിക് വ്യൂ ഇല്ലെങ്കിൽ SC/ST ആക്ടിലെ ഈ വകുപ്പുകൾ ബാധകമല്ലെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇതൊരു സാങ്കേതിക നിയമവ്യാഖ്യാനമാണ്. പക്ഷേ ഇതും അപകടം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഒരു മുറിക്കുള്ളിൽ വെച്ച് പബ്ലിക്ലി വ്യൂ അല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് ഒരാളെ ജാതി അധിക്ഷേപം നടത്തിയാൽ അത് കുറ്റകരമല്ല എന്ന് തന്നെയല്ലേ ഇതും അർത്ഥമാക്കുന്നത് എന്നാണ് നിരീക്ഷകർ ചോദിക്കുന്നത്. ജാതി അധിക്ഷേപം പലപ്പോഴും ആളുകളുടെ മുന്നിൽ മാത്രമല്ല നടക്കുന്നത്. അടച്ച മുറികളിലും വീടുകളിലും ഫോൺ കോളുകളിലും വ്യക്തിപരമായ സംഭാഷണങ്ങളിലൂടെയൊക്കെയാണ് പലർക്കും അപമാനം നേരിടേണ്ടി വരുന്നത്. നിയമം ഓരോ സാഹചര്യത്തിലും ഒരേ രീതിയിൽ ബാധകമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ കേസിന്റെയും സ്ഥലം, സാഹചര്യങ്ങൾ, ഉദ്ദേശം, സാക്ഷികൾ, തെളിവുകൾ എന്നിവ നിർണായകമാണ്. അതിനാൽ ഈ സുപ്രീം കോടതി വിധിയുടെ യഥാർത്ഥ സന്ദേശം ഇതാണ്. ജാതി അധിക്ഷേപം ശരിയാണെന്നല്ല കോടതി പറഞ്ഞത്. SC/ST ആക്ടിലെ കുറ്റം തെളിയിക്കാൻ നിയമം നിർദ്ദേശിക്കുന്ന പബ്ലിക് വ്യൂ എന്ന ഘടകം നിർബന്ധമാണെന്നാണ് കോടതി വ്യക്തമാക്കിയത്. നിയമത്തിന്റെ ഭാഷയും സാമൂഹിക യാഥാർത്ഥ്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാളെ മുറിയിൽ വച്ച് ജാതീയമായി അധിക്ഷേപിച്ചാൽ അത് പബ്ലിക് വ്യൂ അല്ലാത്തതുകൊണ്ട് അത് കുറ്റകരമല്ലാതാകുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. ജാതിയുടെ പേരിലുള്ള അപമാനം ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. അതിനെതിരെ ശക്തമായ നിയമസംരക്ഷണം ആവശ്യമാണ്.